ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു വ്ലോഗാണ്. ഒട്ടും പ്ലാൻഡ് അല്ല, വെറുതെ വീഡിയോ എടുത്തപ്പോൾ അത് ആഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ മലേഷ്യയിൽ ജെന്നിൻ ഹൈലൈറ്റ്സിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് ആയിരിക്കും നിങ്ങളിപ്പോൾ കാണാൻ പോണത്. സോ ലെറ്റ്സ് സീ. നമ്മൾ ഈ ലാസ്റ്റ് ഡിസംബർ സ്റ്റാർട്ടിങ്ങിലായിരുന്നു മലേഷ്യക്ക് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു ഡേ ഇവിടെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്, ജെന്നിൻ ഹൈലാൻഡ്സ്. സോ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കേബിൾ കാർ എടുത്തിട്ട് വേണം പോകാൻ. പോകുന്ന വഴിക്ക് ഒരു ടെമ്പിൾ ഒക്കെ ഉണ്ട്. ആ ടെമ്പിളിൽ ഇറങ്ങി അവിടെ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജേർണി. അങ്ങനെയാണ്. പിന്നെ സ്പോട്ട് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ ഇഷ്ടമാണ്. തിരിച്ച് കേബിൾ കാറിന് വരണോ, ബസ്സിന് വരണോ, ക്യാബിന് വരണോ എന്നൊക്കെയുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. സോ നമുക്ക് നോക്കാം. റോഡ് ഡോറയുടെ പ്രയാണം. ബാക്ക് സൈഡില് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അടിപൊളി. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ വെച്ചാൽ കാണത്തില്ല ഒന്നും. മഴത്തൂലി ഉള്ളതുകൊണ്ട് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. തൽക്കാലം വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെന്നിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഇറങ്ങിയിട്ട് ഇനിയും ടെമ്പിള് കയറി ടെമ്പിളിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഈ വണ്ടി തന്നെ വരുമോ? ഓക്കെ, ഈ വണ്ടി തന്നെ മുകളിലോട്ട് പോകാം. നല്ല തണുപ്പ്. ഏതാ? എന്തോ മിസ്റ്ററി ഗിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല എസ്തെറ്റിക് ആയിട്ട് ഗ്ലാസ് ഡോറിനകത്ത് നിൽക്കുന്ന ഫോട്ടോ എടുത്തു തരണം. ചുമ്മാ കൊച്ചു പിള്ളേർ നിൽക്കുന്ന പോലെയല്ല. ഇല്ല, മര്യാദയ്ക്ക് നിൽക്കുന്ന വേണം. എൻ്റെ കയ്യിലുണ്ട്, പോക്കറ്റിൽ. നല്ല തടുപ്പുണ്ട്. വീഡിയോ നോക്കി, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ണനെ കാണാമോ? ഓക്കെ, ദിസ് വേ. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഹായ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്. ടെമ്പിൾ എവിടെ? ഇതുവഴി തന്നെയാണോ ടെമ്പിളിലോട്ട് പോകുന്നേ? ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. വർക്ക് ചെയ്യണ്ട്. ഇല്ല, ഇതാണ്ട് ആ ടെമ്പിളിലല്ലേ? അല്ലേ? ഓക്കെ, ഓക്കെയോ വീഡിയോ? ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. രസമില്ലേ? ഇങ്ങനെ പുകഴ്ത്തല്ലേ എന്നെ. പണ്ട് വിചാരിക്കുമായിരുന്നു, പക്ഷെ ടൈം കിട്ടാറില്ല. യെസ്, ജോലി തിരക്കുകളുടെ ഇടയിൽ എഡിറ്റിങ്ങിനൊന്നും. ഓക്കെ, കയറി വരണ്ടായിരുന്നു, താഴെ തന്നെ ആയിരുന്നു. വഴി തെറ്റിപ്പോയതാ. ആക്ച്വലി നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ മുന്നിലേക്ക് കയറിപ്പോയി, മുകളിലോട്ട് കയറിപ്പോയി. നമ്മൾ താഴെ കണ്ട ടെമ്പിളിൽ തന്നെയായിരുന്നു നമുക്ക് പോകാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് താഴോട്ട് എക്സ്കലേറ്റർ ത്രൂ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫൈനലി ടെമ്പിളിലെത്തി. ഇതാണ് ആ ടെമ്പിൾ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ടെമ്പിൾ.
ഇത് കണ്ടോ നമ്മൾ ചെറുപ്പത്തില് കേട്ടിട്ടില്ലേ, നരകത്തിൽ പോയാൽ തല വെട്ടും കൈ വെട്ടും അങ്ങനെ കുറെ സ്റ്റോറീസ്. അതൊക്കെ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലതൊക്കെ കണ്ട എന്നെ പോലൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ വരും. ഈ ഒരു വഴി അങ്ങ് തീരുന്നോടം വരെ ഇതുപോലെ ഇതാ ഒരു കാര്യങ്ങൾ നരകം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഈ സ്പേസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദാ ഈ സ്പേസ്, ഈ ഫ്രെയിം ഭയങ്കര ഇത് ഈ വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്നെയും കൂടി ഈ ഒരു ഫ്രെയിമിൽ നിർത്തി വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിച്ച് ഞാൻ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ നരകം കഴിഞ്ഞപ്പോ നമ്മള് സ്വർഗം കണ്ടു. അതാണിത്. നമ്മൾ അതും സ്റ്റോറീസിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ബേഡ്സ്, മാലാഖമാര്, മ്യൂസിക്, ആ ഒരു ഇത് തന്നെ അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. Yeah. വേണ്ട സുഖിയാൻ അടിയിൽ ഫോട്ടോ വേണ്ട. ഇതെന്റെ ഈ ഫോണിൽ അതിന്റെ അത്രയും ബ്യൂട്ടി കിട്ടണില്ല നേരിട്ട് കാണുന്നതിന്റെ. നനഞ്ഞു കുളിച്ചെന്ന് ഞാൻ ഒരു കുളി കഴിഞ്ഞ ലുക്ക്. ഇതറിയുമായിരുന്നെങ്കിൽ ഒരു ടർക്കിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. എനിക്കുണ്ടായിരുന്നു ജാക്കറ്റ്. എനിക്കുണ്ടായിരുന്നു ജാക്കറ്റ്. ഇരുട്ടായതുകൊണ്ടൊന്നും കാണത്തില്ല. എനിക്കൊന്ന് കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു ലൈറ്റ്. ഇവിടൊക്കെ മേ ബി എപ്പോഴും ഇതുപോലെ ഇതായിരിക്കും, മഴയായിരിക്കും. നേരത്തെ വന്നാലും ഇവിടെ നോക്കി. താഴത്തെ വ്യൂ ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടാണ്. ഈ ഗ്ലാസ് പൊട്ടി താഴെ വീണാ നമ്മൾ എന്ത് ചെയ്യും? കാശ്മീർ പക്ഷെ ഇത്ര പൊക്കത്തിലല്ല. വെട്ടമില്ല. അതിനകത്തൊരു ലൈറ്റൊക്കെ കൊടുക്കണം. പേടിയുണ്ടാവും ചേട്ടാ? എനിക്കൊരു പേടിയില്ല. എനിക്ക് സേഫ് ആണെന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി. നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിൽ വന്നിട്ട് നമ്മളവിടെ കുറെ എക്സ്പ്ലോർ ചെയ്തു.
കാണാനായിട്ടാണെങ്കിൽ കുറേ ഉണ്ട്, കണ്ടാലും നമുക്ക് തീരത്തില്ല അതുപോലെ. പിന്നെ എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആയിരുന്നു. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി 9:30 കഴിഞ്ഞതുകൊണ്ട് 9:30 എന്തോ ടൈമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല അവിടെ. സോ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു. ബസ്സാണ് കുറച്ചും കൂടി അഫോർഡബിൾ. പിന്നെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.